ഇന്ന് എൻക്ലെക്സ് റിവ്യൂവിൽ നമുക്ക് ഈസോഫാജിയൽ അട്രീഷ്യ ആൻഡ് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റിലെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ന്യൂബോൺസിൽ ഉണ്ടാകാവുന്ന ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ് ഈസോഫാജിയൽ അട്രീഷ്യ ആൻഡ് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല. സോ എന്താണ് അട്രീഷ്യ? അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ് ടെർമിനേറ്റ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക് എൻഡിങ് ഇൻ എ ബ്ലൈൻഡ് പൗച്ച്. എന്താണ് അട്രീഷ്യ? അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ഒരു പൗച്ചാണ്. ഇതാണ് നോർമൽ ഈസോഫാഗസിൻ്റെയും ട്രക്കിയയുടെയും അനാറ്റമി. സോ നോർമലി ഇത് അപ്പർ ഈസോഫാഗസ്, ഇത് ലോവർ ഈസോഫാഗസ്. ഇത് ഈസോഫാഗസ് മൗത്തിൽ നിന്ന് ഫുഡിനെ എടുത്ത് സ്റ്റൊമക്കിൽ എത്തിക്കുന്ന പാർട്ടാണ്. സോ ഇൻ അട്രീഷ്യയിൽ ഈ ഈസോഫാഗസ് അപ്പർ ഈസോഫാഗസും ലോവർ ഈസോഫാഗസും തമ്മിലുള്ള കണക്ഷൻ ബ്രേക്ക് ആയിട്ട് ഒരു പൗച്ച് പോലെ ഫോം ചെയ്യും. സോ അപ്പർ ഈസോഫാഗസിൽ ഒരു പൗച്ചും അതിനൊരു ക്ലോസ്ഡ് എൻഡും ഉണ്ട്. ലോവർ ഈസോഫാഗസും ഒരു പൗച്ച് പോലെ ക്ലോസ്ഡ് എൻഡിലായിട്ട് ഇരിക്കുന്നു. സോ ഇതാണ് അട്രീഷ്യ. ഇനി ഫിസ്റ്റുല എന്താണ്? അൺനാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ. നോർമലി ഈസോഫാഗസും ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ബർത്ത് ഡിഫക്റ്റ് ആയിട്ട് ഈസോഫാഗസും ട്രക്കിയയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു, ഒരു അൺനാച്ചുറൽ കണക്ഷൻ ഉണ്ടാകുന്നു. അതാണ് ഈസോഫാജിയൽ അട്രീഷ്യ ആൻഡ് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല. സോ ഇത് ടൈപ്പ് ഓഫ് ഈസോഫാജിയൽ അട്രീഷ്യ ആൻഡ് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല ആണ്. ടൈപ്പ് എ, ബി, സി, ഡി ആൻഡ് എ. സോ ടൈപ്പ് എയിൽ അപ്പർ ഈസോഫാഗസ് ഒരു പൗച്ചായി ഫോം ചെയ്യുന്നു. അപ്പർ ഈസോഫാഗസിന് ലോവർ ഈസോഫാഗസുമായി കണക്ഷൻ ഇല്ല. സോ കുട്ടി ഫീഡ് എടുക്കുമ്പോൾ അപ്പർ ഈസോഫാഗസിൽ ആ പൗച്ചിൽ തന്നെ നിൽക്കുന്നു. സോ ഈ പൗച്ച് ഫില്ലായി കഴിഞ്ഞു കഴിയുമ്പോൾ അത് ട്രക്കിയയിലേക്ക് പോയി ആസ്പിറേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടി കുടിക്കുന്ന ഫീഡ് സ്റ്റൊമക്കിൽ എത്തുന്നുമില്ല. ഇതാണ് ടൈപ്പ് എ. ടൈപ്പ് ബി എന്ന് പറയുന്നത് അപ്പർ ഈസോഫാഗസ് ഒരു പൗച്ചായി ഫോം ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അപ്പർ ഈസോഫാഗസിന് ഒരു ഫിസ്റ്റുല ഫോം ചെയ്തിരിക്കുവാണ് ട്രക്കിയുമായിട്ട്. സോ കുട്ടി കുടിക്കുന്ന ഫീഡ് അപ്പർ ഈസോഫാഗസിന്റെ ഈ പൗച്ചിൽ കിടക്കുന്നു. സെയിം ടൈം അത് ട്രക്കിയിലേക്ക് പോയി ആസ്പിറേഷൻ ആവാനുള്ള ചാൻസും ഉണ്ട്. കുട്ടി കുടിക്കുന്ന ഫീഡ് സ്റ്റൊമക്കിൽ എത്തുന്നില്ല. ടൈപ്പ് സി എന്ന് പറയുന്നത് മോർ കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അട്രീഷ്യ ആൻഡ് ഫിസ്റ്റുല ആണ്. ഇവിടെ അപ്പർ ഈസോഫാഗസ് പൗച്ചായി ഫോം ചെയ്യുന്നു. സെയിം ടൈപ്പ് എ. ലോവർ ഈസോഫാഗസും ട്രക്കിയയുമായിട്ട് ഇവിടെ കണക്ഷൻ ഉണ്ട്. സോ ഫീഡ് കുട്ടിക്ക് കിട്ടുന്നില്ല. അറ്റ് ദ സെയിം ടൈം കുട്ടി എടുക്കുന്ന ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ആ എയർ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്ക് ബ്ലോട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ടൈപ്പ് സി. ഇനി ടൈപ്പ് ഡി എന്ന് പറയുന്നത് അപ്പർ ഈസോഫാഗസും ലോവർ ഈസോഫാഗസും ഒരു ഫിസ്റ്റുലയായി ട്രക്കിയായിട്ട് കണക്ട് ആയിട്ടിരിക്കുന്നു. സോ ഫീഡ് എടുക്കുന്നത് ആസ്പിറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എടുക്കുന്ന ഇൻഹലേഷൻ അത് സ്റ്റൊമക്കിലേക്ക് പോയി സ്റ്റൊമക്ക് ബ്ലോട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ടൈപ്പ് ഇ എന്ന് പറയുന്നത് ഈസോഫാഗസ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നു. സോ കുട്ടി എടുക്കുന്ന ഫീഡ് സ്റ്റൊമക്കിൽ എത്തുന്നു. അറ്റ് ദ സെയിം ടൈം എയറും എത്താനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുട്ടി എടുക്കുന്ന ഫീഡ് ട്രക്കിയിലേക്ക് പോയി ആസ്പിറേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് 5 types of atresia and fistula. So നമുക്കിനി അസസ്മെന്റ് ആൻഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. ഫ്രോത്തി സലൈവ ഇൻ ദ മൗത്ത് ആൻഡ് നോസ് ആൻഡ് എക്സസീവ് ഡ്രൂളിംഗ്. അതായത് കുട്ടിയുടെ വായിൽ പതഞ്ഞുള്ള സലൈവ കാണാൻ കഴിയും. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഡ്രൂളിംഗ് മൗത്തിൽ നിന്ന് കാണാൻ കഴിയും. നോർമലി സലൈവ സ്വാളോ ചെയ്യാനോ അത് സ്റ്റൊമക്കിലേക്കോ പോകാനോ കഴിയാത്തത് കൊണ്ടാണ് ഈ പതഞ്ഞുള്ള സലൈവ അല്ലെങ്കിൽ ഡ്രൂളിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് കഫിങ്, ചോക്കിങ് ആൻഡ് സൈനോസിസ്. സോ കുട്ടി കുടിക്കുന്ന ഫീഡ് ലങ്സിന് എത്താൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഫിങ്, ചോക്കിങ് ആൻഡ് സൈനോസിസ് എസ്പെഷ്യലി ഇനിഷ്യൽ ഫീഡിങ് ആ ടൈമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. റിഗർജിറ്റേഷൻ ആൻഡ് വോമിറ്റിംഗ് സെയിം റീസൺ കൊണ്ട് തന്നെ കുട്ടി കുടിക്കുന്ന ഫീഡ് ഇൻ കേസ് അത് സ്റ്റൊമക്കിൽ എത്തിയാൽ പോലും അത് റിഗർജിറ്റേറ്റ് ബാക്ക് ചെയ്യാനും വോമിറ്റ് ചെയ്യാനും ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഫിസ്റ്റുല ഉള്ളതുകൊണ്ട് തന്നെ കുട്ടി ഇൻഹേൽ ചെയ്യുമ്പോൾ ആ എയർ സ്റ്റൊമക്കിൽ എത്താനും സ്റ്റൊമക്ക് ബ്ലോട്ടഡ് ആവാനും അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും അബ്ഡോമിനൽ ഡിസ്കംഫോർട്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഫീഡ്. സോ കുട്ടി ഇനിഷ്യൽ ഫീഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടെന്ന്.
ഫീഡ് കണ്ടന്റ് ലങ്സിൽ എത്തുന്നത് കൊണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആഫ്റ്റർ ഫീഡ് നമുക്കിത് കാണാൻ കഴിയും. പിന്നെ ഈ കണ്ടന്റ് കുട്ടിയെടുക്കുന്ന ഫീഡ് ലങ്സിൽ എത്തുന്നതോട് തന്നെ അത് ആസ്പിറേഷൻ ന്യൂമോണിയയിലേക്ക് ലീഡ് ചെയ്യാം. സോ ഈ കണ്ടീഷൻ എക്സ്റേ ഓഫ് അബ്ഡോമൻ അല്ലെങ്കിൽ ചെസ്റ്റ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വഴിയോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഇനി മാനേജ്മെൻറ്റ്. സോ ഇവിടെ പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കാണാം. പ്രീ ഓപ്പറേറ്റീവ്ലി ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. കാരണം കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ളതുകൊണ്ട് തന്നെ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. പിന്നെ NPO സ്റ്റാറ്റസിലായിരിക്കണം. IV ഫ്ലൂയിഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മോണിറ്റർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആൻഡ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ്. പിന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സക്ഷൻ ചെയ്യണം. എസ്പെഷ്യലി കുട്ടിയെ നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ കിടത്തിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് സക്ഷൻ ചെയ്യണം. കാരണം നമ്മൾ NPO സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും കുട്ടിയുടെ സലൈവ അട്രീഷ്യ എന്ന പൗച്ചിൽ പോകാനും അത് ഫില്ലായി ട്രക്കിയിൽ പോയി അത് ആസ്പിറേഷൻ ആവാനുമുള്ള ചാൻസ് ഉണ്ട്. സോ ആ ബ്ലൈൻഡ് പൗച്ച് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് നമ്മൾ സക്ഷൻ ചെയ്ത് അത് എപ്പോഴും എംറ്റി ആക്കി വെക്കണം. സോ അല്ലെങ്കിൽ ആസ്പിറേഷൻ റിസ്ക് ഉണ്ട്. GTT ഫോർ എയർ ടു എസ്കേപ്പ്, അതായത് ഡോക്ടേഴ്സ് ഒരു ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് എയറിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഫിസ്റ്റുല ഉള്ളത് കൊണ്ട് തന്നെ ഇൻഹെയിൽഡ് എയർ സ്tomachിലെത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ എയറിന് എസ്കേപ്പ് ചെയ്യാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ടെമ്പററി ആയിട്ട് ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഡോക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഫോർ ആസ്പിറേഷൻ ന്യൂമോണിയ. സോ ഇവിടെ സർജറി ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും അപ്പർ ഈസോഫാഗസും ലോവർ ഈസോഫാഗസും തമ്മിൽ സ്യൂച്ചർ ചെയ്തുമാണ് സർജറി ചെയ്യുന്നത്. ഇതൊരു കറക്റ്റീവ് റിപ്പയർ സർജറിയാണ്. സോ സർജിക്കൽ മാനേജ്മെൻറ്റിൽ ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്പർ ഈസോഫാഗസും ലോവർ ഈസോഫാഗസും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അതിൽ IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നു, പേരൻ്റൽ ന്യൂട്രീഷൻ എസ്പെഷ്യലി TPN പോലുള്ള പേരൻ്റൽ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇൻടേക്ക് ഔട്ട്പുട്ട് ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. മെയിൻറ്റെയിൻ ചെസ്റ്റ് ട്യൂബ് ഈഫ് പ്രസൻറ്റ്, അതായത് സർജറിക്ക് ശേഷം ചെസ്റ്റ് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക ആസ് എ നേഴ്സ്. ഇതാണ് മാനേജ്മെൻറ്റ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. The nurse reviews the record of a newborn infant and notes that a diagnosis of esophageal atresia and tracheoesophageal fistula is suspected. The nurse expects to note which mostly like sign of this condition documented in the record. Options: increased crying, coughing at night time, choking with feedings, severe projectile vomiting. ഇതിൻ്റെ ആൻസർ മനസ്സിലായി കാണുമല്ലോ. പ്ലീസ് കമൻറ്റ് ദ ആൻസർ.